സുഹൃത്തുക്കളെ, നമസ്കാരം. കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്ന വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുമല്ലോ. കേരള ഗ്രാമങ്ങളിൽ അവരവരുടെ കുടികളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് മലയാള അക്ഷരങ്ങളും ഗണിതങ്ങളുമൊക്കെ സാധാരണ കുട്ടികളെ, അതായത് ഏറ്റവും പിന്നോക്ക നിലവാരത്തിൽ നിന്നിരുന്ന ജാതിയുടെ അടിസ്ഥാനത്തിലും സാമ്പത്തിക ശേഷിയുടെയും ഒക്കെയും അടിസ്ഥാനത്തിൽ ഏറ്റവും പിറകിൽ ജീവിച്ചുപോയ മനുഷ്യരെ, കുട്ടികളെ അക്ഷരവും അറിവും നൽകി വിദ്യാഭ്യാസം സാർവത്രികമാക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എഴുത്താശാന്മാരായിരുന്നു എന്ന യാഥാർത്ഥ്യം കുറച്ച് പ്രഭാഷണങ്ങൾക്കുള്ളിൽ നിന്നു തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് നല്ലതുപോലെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഈ സാർവത്രിക വിദ്യാഭ്യാസത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നാണെങ്കിൽ, വിദ്യാഭ്യാസം ആവാത്തതിൻ്റെ ദോഷങ്ങളാണ് അക്കാലമത്രയും മനുഷ്യർക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. വിദ്യ എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്, അക്ഷരാഭ്യാസം എന്ന് പറയുന്നത്, ഗണിത അറിവ് എന്ന് പറയുന്നത് കേവലം കുറച്ച് ആൾക്കാരിൽ മാത്രം നിലനിന്നപ്പോൾ അവരാഗ്രഹിക്കുന്നത് പോലെ, അവർ വിചാരിച്ചതുപോലെ അവർക്ക് സമൂഹത്തെ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ കൊണ്ട് നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരെന്താണോ വിചാരിച്ചത്, അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്താണോ ആഗ്രഹിച്ചത് അത് വിളയിച്ചെടുക്കുവാൻ, സമൂഹത്തിൽ നിന്ന് വിളയിച്ചെടുക്കുവാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ആശയപരമായ സംഘട്ടനവും നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമല്ലേ മറ്റുള്ളവരോടുമായി സംസാരിക്കാൻ തന്നെ പറ്റുകയുള്ളൂ. കാര്യത്തെക്കുറിച്ച് ഒരു കിംവദന്തി, ഒരു ഇല്ലാക്കഥ, അത് പ്രചരിപ്പിക്കുവാൻ അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. ഈ സങ്കുചിത മനോഭാവം കൈമുതലായി കൊണ്ട് നടന്നിരുന്ന പ്രഭുക്കന്മാർക്ക്, ഉന്നത ജാതിയിൽ ജനിച്ചു എന്ന് അഭിമാനിക്കുന്നവർക്ക്, ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് കേരളത്തിലെ ഭൂമി മുഴുവനും അവരുടേതാണ്, അവർ അതിൻ്റെ ഭൂസുരന്മാരാണ് എന്ന് വരുത്തി തീർക്കുവാൻ സാധിച്ചത്. കാരണം എങ്ങനെയാണ് ഈ ഭൂമി ഇവർക്കൊക്കെ കിട്ടിയത് എന്ന് അന്വേഷിക്കുവാനോ എന്ന് ചോദിക്കുവാനോ ആരും ഉണ്ടായില്ല. കാരണം അത്തരത്തിലുള്ള സാർവത്രികമായ ഒരു വിദ്യാഭ്യാസം അക്കാലത്തുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സവർണ മേധാവിത്വത്തിൻ്റെ ഉയരത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭൂമി ദൈവികമായി തന്നെ കിട്ടി എന്ന് വിശ്വസിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല, പാവപ്പെട്ടവർക്ക്. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും ചിന്താശേഷിയോ ബുദ്ധിപരമായിട്ടുള്ള ആലോചന ശേഷിയോ ഉണ്ടായിരുന്നില്ല. അതുണ്ടാവാതിരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു മേൽത്തട്ടുകാരുടെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെയാണ് അവരാരും ഈ താഴെ കിടക്കുന്ന അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക്, കുട്ടികൾക്ക് വിദ്യ കൊടുക്കാതിരുന്നതും. അതൊരു പർപ്പസ്ഫുൾ പരിപാടിയാണ്. അതാ വേണമെന്ന് വെച്ച് വിദ്യ നിഷേധിക്കുക തന്നെയായിരുന്നു ഉന്നതന്മാർ. പിന്നീട് സാർവത്രികമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയപ്പോൾ, അതായത് ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരുടെ മേലന്വേഷണത്തിൽ, അവരുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അധമ്യമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അർപ്പണബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താഴെക്കിടയിലുള്ള മനുഷ്യർക്ക് വിദ്യ കൊടുക്കുന്നത്, അക്ഷരം കൊടുക്കുന്നത്, അറിവ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക ചിന്തകളെ, ഇല്ലാക്കഥകളെ മുഴുവനും ചോദ്യം ചെയ്യുവാനുള്ള അറിവുണ്ടാവുകയാണ്, ആഗ്രഹമുണ്ടാവുകയാണ്. ഈ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേരളത്തിലെ ഭൂമി മുഴുവനും എങ്ങനെയാണ് ഒരു പ്രത്യേക വർണ്ണക്കാരുടെ കൈവശം വന്നുപെട്ടത്,
അവർ പ്രചരിപ്പിക്കുന്ന കഥകളൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ? ദൈവത്തിൻ്റെ താല്പര്യം കൊണ്ട് തന്നെയാണോ അവർക്ക് ഈ ഭൂമിയൊക്കെ സ്വന്തമായി ലഭിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഇവർ ഭൂസുരന്മാരായതൊരു ഒരു പ്രത്യേക സന്ദർഭം മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ആരും ഭൂസുരന്മാരായിരുന്നില്ല, ബൗദ്ധന്മാരായിരുന്നു. ഒരു വലിയ പരിധി വരെ ഇവിടെ ഭൂമിയുടെ അധിപന്മാർ, കാരണം ബൗദ്ധന്മാരാണ് ഇവിടെ ഭരണം പോലും നടത്തിയിരുന്നത്. അങ്ങനെയുള്ള ആ അവസരത്തിൽ എങ്ങനെയാണ് ഈ മേൽത്തട്ടുകാർ ഭൂമിയുടെ മുഴുവനും ഭൂസുരന്മാരായത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് ഈ വിദ്യാഭ്യാസം സാർവത്രികമായതോടുകൂടെ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള കൃഷ്ണക്കുറുപ്പ് തിരുവങ്കോട് എന്ന് പറയുന്ന യുവ അന്വേഷകൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ പോവുകയാണ് നമ്മൾ. എങ്ങനെയാണ് നമ്പൂതിരിമാർ ഭൂമിയുടെ അധീശന്മാരായത്, ഭൂസുരന്മാരായത് എന്ന കാര്യം. ഞാൻ അദ്ദേഹം എഴുതിയിട്ടുള്ള കേരളം പരശുരാമനിലൂടെ എന്ന ചരിത്ര പുസ്തകം അവലംബിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം, എന്താണ് കൃഷ്ണക്കുറുപ്പ് തിരുവങ്കോട് ഈ ഭൂമിയുടെ അധീശത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കൂട്ടത്തിൽ പറയട്ടെ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ കൃഷ്ണക്കുറുപ്പ് തിരുവങ്കോട് എന്ന് പറയുന്നതിന് പകരം മറ്റൊരു പേരാണ് ഉപയോഗിച്ചത്. അത് തെറ്റാണ്. കൃഷ്ണക്കുറുപ്പ് തിരുവങ്കോടാണ് യഥാർത്ഥ പേര്. കൃഷ്ണക്കുറുപ്പ് തൻ്റെ ചരിത്ര അന്വേഷണം ആരംഭിക്കുന്നത് കർണാടകയിലെ ചരിത്ര പണ്ഡിതനായ ഡോക്ടർ സലാത്തോറിൻ്റെ ആൻഷ്യന്റ് കർണാടക എന്ന ഗവേഷണ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതിൽ ഡോക്ടർ സലാത്തോർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് തിരുവങ്കോട് വ്യക്തമാക്കുന്നത്. നോക്കൂ, ഗോളിയോർ രാജ്യത്തെ ഉദയ്പൂർ പ്രദേശത്തെ ശിവക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്ത 28x27 ഇഞ്ച് വലിപ്പമുള്ള ശിലാഫലകത്തിൽ ലിഖിതം ചെയ്തിട്ടുള്ള വസ്തുതകൾ പുതിയ ചില ചരിത്ര സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. എന്താണ് ആ അറിവ് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതിൻ്റെ പശ്ചാത്തലം ഒന്നുകൂടെ ഞാനത് വായിക്കുകയാണ്. ഗോളിയോർ രാജ്യത്തെ ഉദയ്പൂർ പ്രദേശത്തെ ശിവക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്ത 28x27 ഇഞ്ച് വലുപ്പമുള്ള ശിലാഫലകത്തിൽ ലിഖിതം ചെയ്തിട്ടുള്ള വസ്തുതകൾ പുതിയ ചില ചരിത്ര സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അതായത് എപ്പിഗ്രാഫിയ ഇൻഡിക്ക വോളിയം 1 PP 224 മുതൽ 227 ഈ വസ്തുതകൾ അടങ്ങുന്നത് എന്നർത്ഥം. ഈ ഫലകലിഖിതങ്ങൾ കിടക്കുന്നത് ഈ ലിഖിതത്തിൻ്റെ പ്രകാരം മാൾവാർ രാജ്യം ഭരിച്ചിരുന്ന വാക്പതി പരമാരൻ എന്നൊരു പ്രതാപശാലിയായ രാജാവ് കേരളം ആക്രമിച്ചതായി കാണുന്നു. അതായത് ഈ ലിഖിതത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടിരുന്നത് ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മാൾവാറിലെ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്
നിന്ന് കണ്ടെടുത്ത ഒരു ശിവക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഈ ഫലകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് ഈ ഫലകലിഖിതത്തിൽ കിടക്കുന്നത് അനുസരിച്ച് മാൾവാർ രാജ്യം ഭരിച്ചിരുന്ന വാക്പതി പരമാരൻ എന്നൊരു പ്രതാപശാലിയായ രാജാവ് കേരളം ആക്രമിച്ചതായിട്ട് കാണുന്നു എന്നാണ്. എന്നിട്ടോ AD 800 മുതലാണ് മാൾവാറിൽ പരമാര രാജവംശം ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ 9ാം നൂറ്റാണ്ട് മുതലാണ് മാൾവാർ പ്രദേശത്ത്, അതായത് കർണാടകയിലെ മാൾവാർ പ്രദേശത്ത് പരമാരന്മാർ എന്ന് പറയുന്ന രാജവംശം നിലനിന്നത് എന്നാണ്. അപ്പം എന്താണ് ഈ പരമാരന്മാർക്കൊരു വലിയ പ്രത്യേകത? അവർ വീരശൂര പരാക്രമികൾ മാത്രമായിരുന്നില്ല, വലിയ ദാനശീലന്മാരും ഒക്കെ ആയിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി അവർ അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചു പോയ ഭൃഗുവംശത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് സ്വയം വിശ്വസിച്ചവരാണ്. അങ്ങനെയുണ്ടല്ലോ ചില രാജാക്കന്മാർക്കും ചില ആൾക്കാർക്കൊക്കെ. ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെയോ ഒന്നും ഉണ്ടായതല്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ പ്രതാപശാലികളായി ജീവിച്ചു പോയ ആൾക്കാരാണ് നമ്മളുടെയൊക്കെ കാരണവന്മാർ. ഈ അവസ്ഥയാണ് ആൾവാർ ഭരിച്ചിരുന്ന പരമാര രാജകുടുംബക്കാരും തീരുമാനിച്ചത്. അവർ വിശ്വസിച്ചത് അവർ ഭൃഗുവംശജരാണെന്നാണ്. അപ്പം ഈ ഭൃഗുവംശജർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഭൃഗുവംശത്തിലെ ഏറ്റവും പരമപ്രധാനിയായിട്ടുള്ള രാജാവുണ്ടല്ലോ, സാക്ഷാൽ പരശുരാമൻ. ഈ പരശുരാമനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. അവർ പരശുരാമന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്തു. അതാണ്. അതുമാത്രമല്ല, ഈ രാജവംശത്തിലെ ഏറ്റവും ഇളയവനായ വാക്പതി പരമാരൻ എന്ന് പറയുന്ന രാജാവ് ധൈര്യത്തിലും തൻ്റെ ഇടത്തിലും കഴിവിലും ഒക്കെ അദ്വിതീയനായിരുന്നു. ആ വംശം മുഴുവനും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടണമെന്നും ആഗ്രഹിച്ചിരുന്ന ആളാണ്. പരമാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ഒരു ധാരണ സാധാരണ ആൾക്കാരുടെ മനസ്സിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ഭൃഗുവംശത്തിൻ്റെ തുടർച്ചക്കാരാണ് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതോ ഒരു ഋഷിയുടെ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുപോയ ഏതോ ഒരു രാജാവ് പിടിച്ചു കൊണ്ടുപോയ പശുവിനെ പിടിച്ച് കൊണ്ടുവന്ന് ഈ മഹർഷിക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹർഷി ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിത സുഖങ്ങളും ധരണിയിൽ വീരന്മാരാവും എന്നൊക്കെയുള്ള അനുഗ്രഹം കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ആ പ്രദേശത്ത് മുഴുവനും കാവുകളും ക്ഷേത്രങ്ങളെ കൊണ്ട് നിറയ്ക്കുകയാണ് പരമാര രാജാക്കന്മാരെ. ഇവിടെ പരമാര രാജാക്കന്മാരുടെ ഓരോരോ പ്രവൃത്തികളും നമ്മൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് ആ ഭൃഗുവംശജനായ സാക്ഷാൽ പരശുരാമനും അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുമൊക്കെയാണ് എന്ന ഓർമ്മ വരുത്തുകയാണ് പ്രധാനമായും അവരിവിടെ ചെയ്തത്. AD 970 പരമാര രാജാവ് അധികാരത്തിലെത്തുന്നത്. അപ്പോൾ 970 എന്ന് പറയുമ്പോൾ 10ാം നൂറ്റാണ്ടിൻ്റെ മധ്യം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ വംശത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനിയായി അയാൾ മാറുകയാണ്. മാത്രമല്ല, ഈ രാജാവിന് ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സാധാരണ രാജാവല്ല, ഞാൻ ഭൃഗു ഗോത്രക്കാരനാണ്, എൻ്റെ പിതാമഹനാണ് പരശുരാമൻ എന്ന് പറയുന്ന സാക്ഷാൽ മഹർഷി. അങ്ങനെ ചിന്തിച്ച് താൻ പരശുരാമനല്ലാതെ മറ്റാരുമല്ല എന്നൊക്കെ അദ്ദേഹത്തിന് തീരുമാനമായിട്ടും തോന്നുകയാണ്. നമ്മൾ ഏതൊരു കാര്യമാണോ വല്ലാതെ ആഗ്രഹിക്കുന്നത് അതായി തീർന്നു എന്ന് നമ്മൾ ഒന്നുകിൽ സ്വപ്നത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യം വഴി ഒക്കെ നമുക്ക് തോന്നിപ്പോകുമല്ലോ.
മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പരമാരൻ ഈ ഗോളിയോർ എന്ന് പറയുന്ന കർണാടക ദേശം മുഴുവനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വെച്ചാലും തൻ്റെ കഴിവും സാമർഥ്യവും ധീരതയും ഒക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സൈന്യത്തോടു കൂടി കേരളം ആക്രമിക്കുകയാണ്. കേരളം ആക്രമിക്കുന്നത് ധർമ്മടം വഴിയാണ്. നമ്മളിപ്പോഴും കാണുന്ന ധർമ്മടം. ആ ധർമ്മപട്ടണം വഴി കേരളത്തിലെത്തുകയും ആ കണ്ണൂർ പ്രദേശങ്ങളൊക്കെ കീഴടക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം. അതിന് അദ്ദേഹത്തിന് കരിപ്പത്ത് കോയിക്കൽ ഉദയവർമ്മൻ എന്ന് പറയുന്ന രാജാവിനെ കൂട്ടിന് കിട്ടി. അപ്പോൾ ആ കരിപ്പത്ത് കോയിക്കൽ ഉദയവർമ്മൻ എന്ന് പറയുന്ന ആ രാജപ്രമുഖൻ, രാജാവല്ല, രാജാവിൻ്റെ അടുത്ത അനുയായി, അയാൾ എക്കാലത്തും കേരളത്തിലുള്ള രാജാക്കന്മാരും അല്ലെങ്കിൽ ഭാരതത്തിലുള്ള രാജാക്കന്മാർ ചെയ്തിട്ടുള്ളതുപോലെ ഇൻവൈഡേഴ്സിനെ, അതായത് ആക്രമണകാരികളെ പിന്തുണയ്ക്കുന്നു. സ്വന്തം രാജ്യത്തെ രാജാവിനെ ഒറ്റുകൊടുക്കുന്നു തന്നെ. ഈ ഒറ്റുകൊടുക്കലാണല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിട്ടുള്ള എല്ലാ അധികാര സ്ഥാനമാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഏറ്റവും മുമ്പിൽ നടന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവണം. അതായത് യയ്യാവതിയുടെ തീരത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മളിപ്പോഴൊക്കെ പറയുന്ന ഈ ബൃഹസ്പതിയുടെയും അതേപോലെ തന്നെ ശുക്ര ആചാര്യന്മാരുടെയും ഒക്കെ സ്ഥാനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇന്ദ്രനും ദേവന്മാരുമൊക്കെ ഇത്ര ഉയരത്തിലെത്തിയത്? എങ്ങനെയാണ് ആ അധിനിവേശപ്പടയോട് യുദ്ധം ചെയ്ത് സ്വന്തം അഭിമാനം, സ്വന്തം രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ജീവാർപ്പണം ചെയ്ത നിസ്വാർത്ഥ സേവകന്മാരെങ്ങനെയാണ് അസുരന്മാരായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്, അല്ലെങ്കിൽ പുരാണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യവും ഇവിടെ നമുക്ക് സ്മരണീയമാണ്. ഞാൻ ആ കാര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത് സന്ദർഭം വരുമ്പോൾ വളരെ വിശദമായിട്ട് തന്നെ പറയുവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ രാജാക്കന്മാരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ രാജകുടുംബങ്ങളുമൊക്കെ അധികാരത്തിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് അധികാരത്തിനു വേണ്ടി ഒറ്റുകൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവർ പണ്ടേ സ്വീകരിച്ചു പോന്നിരുന്നു. കരിപ്പത്ത് കോയിക്കൽ ഉദയവർമ്മൻ എന്ന് പറയുന്ന ഈ ഒറ്റുകാരൻ്റെ സഹായത്തോടു കൂടിയാണ് വാഗ്പതി പരമാരൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രാജാവിനെ, കണ്ണൂർ രാജാവിനെ, ആ ചിറക്കൽ രാജാവിനെ വെട്ടിവീഴ്ത്തിയത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ വാഗ്പതി പരമാരന് മനസ്സിലായി തുടർന്നുള്ള ചെറിയ ചെറിയ നാട്ടുരാജ്യക്കാരന്മാരൊക്കെയും ഈ ഉറുമ്പ് തിന്ന പോട് പോലെ ആയിരിക്കുന്നു അവരുടെ രാജ്യമെന്ന് മനസ്സിലായി. യാതൊരു സൈനിക ബലവും ഇല്ലാത്തവരാണ്, യാതൊരു തരത്തിലും പ്രതിരോധ ശേഷിയില്ലാത്തവറ്റങ്ങളാണ്. രാജാവ് എന്ന് പറയുന്നത് കിരീടത്ത് മാത്രം നിലനിൽക്കുകയാണ്. ഒരു ചെറിയ സ്ഥലവും ആ സ്ഥലത്ത് കുറച്ച് ആൾക്കാരും അതിൽ ഒരുത്തൻ്റെ തലയിൽ, ഒരുത്തൻ്റെ ശിരസിൽ കിരീടം, സ്വർണ്ണ കിരീടം അണിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ രാജാവാകുകയാണ്. ഇങ്ങനെ യാതൊരു സൈനിക ശേഷിയും, ഇങ്ങനെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സ്വാശ്രയത്വവും ഇല്ലാതിരുന്ന കൊച്ചു കൊച്ചു രാജാക്കന്മാരെ വളരെ വളരെ പെട്ടെന്ന് വാഗ്പതി പരമാരനെ വെട്ടി വീഴ്ത്തുവാൻ കഴിയുകയാണ്. പറഞ്ഞിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അതിന് വർഷങ്ങളൊന്നും എടുത്തില്ല. പറഞ്ഞിരിക്കുക എന്ന് തന്നെ പറയാം. കേരളം മുഴുവനും വാഗ്പതി പരമാരൻ തൻ്റെ വാളിൻ്റെ ഇരയാക്കുകയാണ്. അതാ രാജാവ് വളരെ ഈസിയായിട്ട് കേരളം മുഴുവനും പിടിച്ചടക്കുക തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കുമ്പിട്ട എല്ലാ രാജാക്കന്മാരെയും ജീവൻ കൊടുത്ത് രക്ഷിച്ചു. ഏതെങ്കിലും മിടുക്കന്മാരായുള്ള രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ജീവൻ പോയത് തന്നെ. കേരളത്തിലും ഭാരതത്തിലും അത്തരത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള ചില രാജാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന രാജാവ് ലോകം മുഴുവൻ കീഴടക്കി വന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിർത്തി രാജാവായ പോറസിനോട്, പുരുഷോത്തമനോട്
യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ആൺകുട്ടികളുണ്ട് ഈ ഇന്ത്യയിൽ നിന്ന്. തോറ്റു കഴിഞ്ഞ പോറസിനോട് തോൽപ്പിച്ച രാജാവായുള്ള അലക്സാണ്ടർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണം? പരാജയപ്പെട്ട പുരുഷോത്തമനായ രാജാവ് പറഞ്ഞു, ജയിച്ച രാജാവ് എന്താണോ ഒരു തോറ്റ രാജാവിനോട് ചെയ്യുക അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് ജീവൻ തരണേ, എന്നെ രക്ഷിക്കണേ എന്നൊന്നും പറഞ്ഞു കുമ്പിടാൻ നിന്നില്ല. ഈ രാജാവിൻ്റെ പൗരുഷത്തിൽ ബോധ്യം വന്ന അലക്സാണ്ടർ രാജ്യം തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഉറ്റ സുഹൃത്തുക്കളും കൂടിയാവുകയാണ്. എന്നാൽ ഇത് അപൂർവം ചില രാജാക്കന്മാരുടെ കഥയാണ്. ഇത് ആണത്വം അവശേഷിച്ചിട്ടില്ലാത്തവരുടെ കഥയല്ല. ആണത്വമേ മരണം വരെയും കാത്തു സൂക്ഷിച്ച ആൾക്കാരാണ് ഈ പോറസിനെ പോലുള്ളവർ. ഇവിടെ കരിപ്പത്ത് കോയിക്കൽ രാജാവിനെ ഉറ്റുകൊടുത്തവർക്ക് അത്തരത്തിലുള്ള ആണത്വമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കൂ, വലിയ തോതിലുള്ള പ്രതിരോധശേഷിയൊന്നും വാക്പതി പരമാരന് ഇവിടെ നേരിടേണ്ടി വന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ രാജാക്കന്മാരുടെ ഒക്കെ ശക്തി എന്ന് പറയുന്നത് പുറത്തേക്ക് മാത്രമായിരുന്നു. അകംപൊള്ളയായി കിടക്കുന്ന സിംഹാസനമായിരുന്നു അവരുടെ അധീനതയിലുണ്ടായിരുന്നത്. അവർക്ക് മറ്റൊരു ദുരിതാവസ്ഥ കൂടി ഉണ്ടായിരുന്നു. കാരണം സാധാരണ ആൾക്കാരൊന്നും അവരെ വേണ്ടതുപോലെ സ്നേഹിച്ചില്ല. കാരണം അവരും സ്നേഹിച്ചില്ല. ഇങ്ങനെ രാജ്യം വിട്ടു പിടിക്കുക, കേമത്തം കാണിക്കുക, സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുക, ഇമാതിരിയുള്ള വിരോധാഭാസങ്ങളാണ് രാജാക്കന്മാരെന്ന് പറയുന്നവർ ഇവിടെ കൊണ്ട് നടന്നിരുന്നത്. ഈ വക കാരണങ്ങളാൽ വാക്പതി പരമാരന് തൻ്റെ ശത്രുക്കളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമായി എന്ന് സാരം. അതോടൊപ്പം തന്നെ വാക്പതി പരമാരൻ ബുദ്ധിമാനായതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇവിടെയുള്ളവന്മാർ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും നല്ലതുപോലെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുവാനും അസൂയ വിളവെടുപ്പ് നടത്തുവാനും കഴിവുള്ളവരാണ്. അല്ലെങ്കിൽ കരിപ്പത്ത് കോഴിക്കൽ ഉദയവർമ്മനെ പോലെയുള്ള ആൾക്കാരുണ്ടാവുകയില്ലല്ലോ. അദ്ദേഹത്തിന് നല്ല നിശ്ചയമായി. അദ്ദേഹം ആലോചിച്ചത് വേറൊരു രീതിയിലാണ്. എന്തിനാണ് ഞാനിപ്പോൾ ഈ കോളിയോർ എന്ന് പറയുന്ന കർണാടകയിലെ എത്രയോ കണ്ണെത്താത്ത ദൂരം മുഴുവനും തൻ്റെ തൻ്റെ അധീനത്തിൽ ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് ഈ കേരളത്തിനെ പോലെയുള്ള ചെറിയ ഭൂമി അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ്? ദോഷം വേറെ ഉണ്ട് ഏതാനും. കാരണം ഇവിടെ ഉള്ള ആൾക്കാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കും, അല്ലെങ്കിൽ വാദിക്കും. അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അധിഷ്ഠനാവും രാജാവും. അതിനേക്കാളൊക്കെ നല്ലത് താൻ അജയ്യനായൊരു പ്രമാണിയാണ് എന്ന് ബോധ്യം വരുത്തി പതുക്കെ രക്ഷ പ്രാപിക്കുക. അതിന് അദ്ദേഹം കണ്ട സൂത്രം വളരെ കൊച്ചുനാളെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരമാണ് ജമദഗ്ന പരശുരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ബിംബമായി തന്നെ മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. തോറ്റുപോയ രാജാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഭൂമി മുഴുവനും പിടിച്ചടക്കിയ വകയിൽ തൻ്റെ വംശക്കാരായി ഇവിടെ അവശേഷിച്ചിരുന്ന കുറച്ച് ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ദൈന്യം എനിക്കറിയാം. ആ ധൈര്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിടിച്ചടക്കിയ ഭൂമി മുഴുവൻ നിങ്ങൾക്ക് ദാനമായി തരികയാണ്. സ്റ്റണ്ടാവുമല്ലോ ഈ എന്താ പറയേണ്ടത്, അഷ്ടിക്ക് ഗതിയില്ലാതെ ജീവിച്ചു പോയി നമ്പൂതിരിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ.
ആദ്യം നമുക്ക് അവിശ്വസനീയമായി തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ വിനീതദാസന്മാരാവുകയും ചെയ്യുകയാണ്. താൻ പിടിച്ചടക്കിയ മുഴുവൻ കേരള ഭൂമിയും 32 ഗ്രാമങ്ങളായി വിഭജിച്ച് അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണന്മാർക്ക് നൽകുകയാണ് അദ്ദേഹം. ക്രമേണ ആ 32 എന്നുള്ളത് 64 പിന്നെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ നമ്പൂതിരിമാർക്കും ഭൂമി കിട്ടുകയാണ്. ഭൂസ്വരന്മാരാവുകയാണ്. ഒരു നയാ പൈസ അവർക്ക് ഇറക്കേണ്ടി വന്നിട്ടില്ല. ഒരു കപ്പവും അവരിൽ നിന്ന് ഭക്പതി പരമാരൻ ആവശ്യപ്പെട്ടില്ല. കാരണം അതൊന്നും അയാൾക്ക് വിഷയമായിരുന്നില്ല. അയാളുടെ വിഷയം എന്ത് എന്നുള്ളത് അയാൾ പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമി മുഴുവൻ തരുന്നത് യാതൊരു തരത്തിലുള്ള കപ്പത്തിനു വേണ്ടിയോ ചുങ്കത്തിനു വേണ്ടിയോ ഒന്നുമല്ല, ഞാൻ ദാനം നൽകുകയാണ്. ഈ ദാനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് നിങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല വാക്പതി പരമാരനാണ് ഈ ഭൂമി തന്നത് എന്ന്. പിന്നെന്തോ, പിന്നെ നിങ്ങൾ പറയേണ്ടത് ജമദഗ്നി പരശുരാമനാണ് ഞങ്ങൾക്ക് ഈ ഭൂമി ദാനം നൽകിയത്. ജമദഗ്നി പരശുരാമൻ എന്ന് പറയുന്നൊരു വാക്കല്ലാതെ മറ്റൊരു വാക്ക് നിങ്ങൾ പ്രയോഗിക്കരുത്. നമ്പൂതിരിമാർക്ക് അത് സ്വീകരിക്കുവാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ചുമ്മാ തൂണും ചാരി നിന്നിരുന്നവർക്ക് കേരളത്തിൻ്റെ ഭൂമി മുഴുവൻ കൈവശം വരുമ്പോൾ അത് തങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് ജമദഗ്നി പരശുരാമനാണ് എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? അവർ 4 കൈയും നീട്ടി സ്വീകരിച്ചുവോ കാര്യം എന്നാണ്. അങ്ങനെയാണ് കേരളത്തിൽ നമ്പൂതിരിമാർ മുഴുവനും ഭൂസ്വരന്മാരായത് എന്നാണ് കേരളം പരശുരാമനിലൂടെ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിലൂടെ ഈ കൃഷ്ണക്കുറുപ്പ് തിരുവങ്കോട് പറയുന്നത്. ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്ത് യുക്തിഭദ്രമായ ഒരു അവസ്ഥ, ഒരു കഥ ചരിത്രത്തിൽ കണ്ടുകിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യത്തിൽ സംശയമില്ല, ഭൂമി ദൈവത്തിൻ്റെ വരദാനം എന്നുള്ള നിലയ്ക്ക് വെറുതെ കിട്ടുകയില്ല. ഈ ഭൂദാനത്തിൻ്റെ കഥയെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് യുക്തിഭദ്രമായി വിശകലനം ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു ആവശ്യം അതിനകത്ത് വരുന്നുണ്ടല്ലോ. ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്ന ഈ കടലിന് മീതേക്ക് മഴുവെറിഞ്ഞ് ഭൂമി വീണ്ടെടുത്തു എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് യാതൊരു പരിഗണനയും അറിയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന് യുക്തിഭദ്രത ഒട്ടുമില്ല. ഞാൻ നേരത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ഉന്നത ശീർഷന്മാരായിട്ടുള്ള ആചാര്യന്മാർ ആ കഥയെ പുച്ഛത്തോടു കൂടി തന്നെയാണ് തള്ളിക്കളയുന്നത്. ത്രേതായുഗത്തിൽ ജീവിച്ചു എന്ന് പറയുന്ന പരശുരാമൻ എങ്ങനെയാണ് കലിയുഗത്തിൽ വന്ന ഇമാതിരി കാര്യങ്ങളൊക്കെ, ദ്വാപരയുഗത്തിൽ വന്ന ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കലിയുഗത്തിൽ വന്ന ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുക? ഈ കേരളം എന്ന് പറയുന്ന ഭൂമി കലിയുഗം ആരംഭിച്ചതിന് ശേഷം പോലും വെള്ളത്തിനടിയിലാണ്. BC 2300 ആ കാലത്ത് പോലും ഇത് വെള്ളത്തിനടിയിലാണ്. അപ്പോൾ ചരിത്രപരമായിട്ട് അതിന് യാതൊരു സാങ്കത്യമില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. ഒരു 100-120 വർഷത്തിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യ ജന്മത്തിന് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റുകയില്ല. നമ്മൾ പുരാണമല്ല പറയുന്നത്. പുരാണത്തിൽ 3000, 4000, 10,000 ഒക്കെ വർഷങ്ങളിൽ ഒരാൾ ഇപ്പോൾ ജീവിച്ചു എന്ന് വരും.
കടൽ മുഴുവൻ എടുത്ത് കുടിച്ചു പറ്റിച്ചവരുണ്ടല്ലോ. പർവ്വതങ്ങൾ അമ്മാനമാടിയവരുണ്ടല്ലോ. വലിയ കുന്നുകൾ കൈകൊണ്ടെടുത്ത് പൊക്കിയിട്ടുണ്ടല്ലോ, കുടയായി പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇമാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല നമുക്ക് അതിശയോക്തിപരമായിട്ട് പറയുന്നത് കൊണ്ട് കാര്യമില്ല. കേരള ഉണ്ടായ കാര്യം ഒരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പം ആദ്യ ഭാഗം പൊളിഞ്ഞു പാളീസായ ഒരു കെട്ടുകഥയാണ്, ഒരു കടങ്കഥയാണ്, ഒരു ഇല്ലക്കഥയാണ്, ഒരു ബാലകഥയാണ്. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം? അതായത് ഈ പരശുരാമൻ ബ്രാഹ്മണന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാചാര്യനാണ്. അവർ പറയുന്നത് പരശുരാമനാണ് ഈ ഭൂമി മുഴുവൻ അവർക്ക് കൊടുത്തത്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്ന്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും പരശുരാമനാണ് ഞങ്ങളുടെ പരമാചാര്യൻ എന്ന് അവർ വിശ്വസിക്കുന്നു. വൈദിക വിപ്ലവത്തിൻ്റെ പരമാചാര്യസ്ഥാനം അവർ നൽകിപ്പോരുന്നത് പരശുരാമനാണ്. ഇവിടെ വൈദിക വിപ്ലവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ വൈദിക വിപ്ലവം സംഭവിച്ചിട്ടുള്ളത് എങ്ങനെ എന്നുള്ളത് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഈ വാക്പതി പരമാനൻ നടത്തിയിട്ടുള്ള ഈ ദാനമുണ്ടല്ലോ, അത് തന്നെയാണ് വൈദിക വിപ്ലവമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. വൈദിക വിപ്ലവം എന്ന് പറയുമ്പോൾ ഇവിടെ പൂജയും അർച്ചനകളുമായി നടന്നിരുന്ന മുഴുവൻ ബ്രാഹ്മണന്മാരെയും, മുഴുവൻ നമ്പൂതിരി ബ്രാഹ്മണരെയും വൈദിക ആചാര്യന്മാരായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും ഒക്കെ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ പ്രാർത്ഥനാ സങ്കേതങ്ങളുടെയും ആചാര്യന്മാരാവുകയാണ് നമ്പൂതിരിമാർ. ആ സംഭവമാണ് വൈദിക വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ വൈദിക വിപ്ലവത്തിന് പരമാചാര്യസ്ഥാനം നൽകി പോരുന്നത് പരശുരാമനാണ് എങ്കിൽ ആരാണ് ഈ പരശുരാമൻ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കിയത് കൊണ്ട് ആ കഥയ്ക്കും വലിയ നിലനിൽപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള കേരളം പരശുരാമനിലൂടെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് താരതമ്യേന നല്ല യുക്തിഭദ്രതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു യുക്തിഭദ്രമായ ഗ്രന്ഥം പുറത്തിറങ്ങുന്നതുവരെ നമ്പൂതിരിമാർക്ക് കേരളഭൂമി മുഴുവനും ദാനമായി കിട്ടിയിട്ടുള്ളത് ഇതുപോലെയുള്ള ഏതെങ്കിലും മഹാരാജാക്കന്മാരുടെ ഭാഗത്തു നിന്നോ യോദ്ധാക്കളുടെ ഭാഗത്തു നിന്നോ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ അത് കൈലാസത്തിൽ നിന്നും അതുപോലെ തന്നെ ദൈവങ്ങളുടെ ആസ്ഥാനങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയിട്ടുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ കിട്ടിയ ഈ ഭൂമി അവരുടെ ഇഷ്ടങ്ങൾ ഉപയോഗിച്ചു, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തന്നെ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ബൗദ്ധന്മാരെ അവർക്ക് ആജന്മ ശത്രുക്കളായിട്ട് കാണാനാണ് താല്പര്യം ഉണ്ടായിരുന്നത്. കാരണം ബൗദ്ധന്മാർ ഒരു കാരണവശാലും ഹിംസയെ അനുകൂലിച്ചില്ല. അതാ യാഗങ്ങളെയും യജ്ഞങ്ങളെയും ഒന്നും ബൗദ്ധന്മാർ അനുസരിച്ചില്ല, ആഗ്രഹിച്ചില്ല. അവർ അഗ്നോട്ടിസ്റ്റുകളായിരുന്നുവല്ലോ എന്നറിയാമല്ലോ. അഗ്നോട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അവർ അന്വേഷിച്ചില്ല. അതുണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, അവർക്കൊരു വിഷയമില്ല. നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവർക്ക് ബൗദ്ധന്മാരെ ബദ്ധശത്രുക്കളായി മാറിയത്. അതുകൊണ്ട് അവരുടെ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ, 10ാം നൂറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ, ആ ഭൂമിയുടെ മുഴുവനും ഭൂഷണന്മാരായി മാറിക്കഴിഞ്ഞപ്പോൾ അവർ അങ്ങേ അറ്റത്ത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ബൗദ്ധന്മാരെ തമർത്തി എന്നുള്ളതാണ്. ഇങ്ങനെ ബൗദ്ധന്മാർ തമർത്തപ്പെട്ടപ്പോൾ, വളരെ അടിച്ചമർത്തപ്പെട്ട ബൗദ്ധന്മാർ പിന്നീട് ഒരു സമയത്ത് ഒരു 5 നൂറ്റാണ്ടുകളോളം ഇങ്ങനെ സഫോക്കേഷനിൽ കഴിഞ്ഞ്, പാരതന്ത്ര്യത്തിൽ എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ് ഒരു 5 നൂറ്റാണ്ട് കഴിയുമ്പോൾ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അതൊരു അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പാണ്.
അത് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷ്യം വഹിക്കുന്ന കാര്യം നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. നമസ്കാരം.